വിവോയുടെ വിവോ V50 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V50 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ V50 5Gയിൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അമൂല്യ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അതായത് 4 ഭാഗത്തും ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആണ്. പിന്നെ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 189 ഗ്രാം ആണ്. ഇപ്പം ഈ ഒരു ഫോണിൽ 6000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. അത്രയും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ട് കൂടി വെയിറ്റ് 189 ഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ തിക്നെസ് 7.39 മാത്രമേ വരുന്നുള്ളൂ. ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും തിക്നെസ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ IP68 69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിന്റെ റോസ് റെഡ്, സ്റ്റാറി ബ്ലൂ, അതുപോലെ തന്നെ ടൈറ്റാനിയം ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം ഈ ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസർ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ മാത്രമാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണേ അല്ല. നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പ്രോസസർ അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന പല ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പ്രോസസർ അത്ര മികച്ചതല്ല, ജസ്റ്റ് ആവറേജ് മാത്രമാണ്. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ അറ്റ്ലീസ്റ്റ് LPDDR5ന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എങ്കിലും കൊടുക്കായിരുന്നു. എന്തായാലും ഇതിൽ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വരുന്നുള്ളൂ. അപ്പം അതും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം തരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാമറയും ആണ്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടേണ്ടതാണ്. എന്തായാലും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 34,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 36,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം 512GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 40,999 രൂപയാണ്. ഫെബ്രുവരി 25 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മെയിൻലി ഓൺലൈൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോൺ ആയിരിക്കില്ല, ഓഫ്ലൈൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോൺ ആയിരിക്കും. പുറത്ത് ഷോപ്പുകളിലായിരിക്കും മെയിൻ ആയിട്ടുള്ള സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിളും ആയിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന കോഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു ഫോണാണ് ഇത്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല, ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഡിസ്പ്ലേ ഫോക്കസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബാറ്ററി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ മെയിൻ സെയിൽ ഓൺലൈൻ മാർക്കറ്റിലായിരിക്കില്ല, ഓഫ്ലൈൻ മാർക്കറ്റിലായിരിക്കും നടക്കുക. അപ്പം പെർഫോമൻസ് അല്ല നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്, ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അത്ര മികച്ചൊരു ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നൊന്നും പറയുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള തിരക്കില്ലാത്തൊരു ഫോൺ എന്നേ ഉള്ളൂ. എന്തായാലും അത്ര മികച്ചൊരു ഫോൺ എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.